ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പോഞ്ച് കേക്കാട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൽ ഞാൻ ബട്ടറും ഓയിലൊന്നും ഉപയോഗിക്കാതെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബട്ടറും ഓയിലൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ഫസ്റ്റായിട്ട് എടുക്കുന്നത് മൈദയാണ്. മൈദ ഒരു 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാനൊരു അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഫസ്റ്റായിട്ട്. അപ്പോൾ 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പതയുന്ന വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളോട് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാട്ടോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പം നമ്മൾ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആളുകൾ കാണുള്ളൂ. അതുകൊണ്ടാട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അര കപ്പാട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 കപ്പൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് മധുരം അത്ര ഓവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അര കപ്പ് എടുത്തിട്ടുള്ളൂ. അത് പഞ്ചസാര അളവിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കാം. പിന്നെ ഓവറായി പോവാനും പാടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പതയുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പാക്കാം. പിന്നെ ഇതിലേക്കൊരു നുള്ള ഉപ്പും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അഥവാ മൈദയൊക്കെ ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ മിക്സാക്കുമ്പോൾ സ്ലോ ആയിട്ട് മിക്സാക്കി കൊടുക്കുക, പതുക്കെ മിക്സാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല ഭാഗത്ത് എത്തുന്ന രൂപത്തിലാക്കിയതിന് ശേഷം നമുക്കിനി ബാറ്റർ ഒഴിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അതാ ഒരു സാധാ നോർമൽ നമ്മളെ ഫ്രൈ പാൻ്റെ പാത്രമാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഗ്യാസിലാണ് നമ്മൾ വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സാധാ നോർമൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ നേരിട്ട് ഗ്യാസിൽ കൊണ്ടുപോയിട്ട് അടിയിലൊരു തട്ടോ പാത്രമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കുക്കാക്കി എടുക്കുക കേട്ടോ ചെയ്യണത്. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ താഴെ ഒരു പാത്രമോ എന്തെങ്കിലും വേണ്ടാത്ത പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. ഒരു 20 മിനിറ്റോളം വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക.
ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കുക്കാക്കാൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓപ്ഷണലായിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ ക്രീമൊക്കെ തേക്കാനാണെന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കേണ്ടതില്ല. കേക്ക് സ്വന്തമായിട്ട് നമുക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് കുറച്ച് ടൈമിന് നമുക്ക് വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നല്ല സ്പോഞ്ച് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓയിലും ബട്ടറും ഒന്നും ചേർക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്പോഞ്ച് കേക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക.